നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചെറുവക്കൽ കൂമ്പല്ലൂർക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അമ്പലത്തിൽ മോഷണം നടന്നത്. ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് ക്ഷേത്രത്തിലുണ്ടായിരുന്ന 300-ലധികം വിളക്കുകൾ മോഷ്ടിച്ചു. കർക്കടകം 1-ാം തീയതി ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുവാൻ വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന വിളക്കുകളും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിളക്കുകളും മുഴുവനായും മോഷ്ടിച്ചു. വലിയ നിലവിളക്കുകൾ, വാർപ്പ്, ഉരുളി ഉൾപ്പെടെയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഞാൻ ചെറുവക്കൽ കൂമ്പല്ലൂർക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉദയശങ്കര സെക്രട്ടറിയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി ഒരു 10-11 മണിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ ഒരു 350ഓളം വരുന്ന നിലവിളക്ക്, വലുതും ചെറുതുമായിട്ടുള്ള നിലവിളക്കുകൾ, ഒരു ഇടത്തരം വാർപ്പ്, അതുപോലെ തന്നെ 10-11 കലശക്കുട അടക്കം മുഴുവൻ വിളക്കുകളും, ക്ഷേത്രത്തിൽ ഒരു വിളക്ക് പോലും ഇല്ലാത്ത തരത്തിൽ മുഴുവൻ വിളക്കുകളും ഇന്നലെ മോഷണം പോയി. മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പോലീസ് സ്റ്റേഷൻ നമ്മൾ കൊടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമായതുകൊണ്ട് ശബരി ഓഫീസറും മറ്റും രാവിലെ തന്നെ സ്ഥലത്തെത്തി. ഭക്തജനങ്ങളെല്ലാം കൂടി പോലീസ് എത്തി പരിശോധന നടത്തി. അവര് ഈ ക്ഷേത്രത്തിന് ചുറ്റും സമീപത്തുള്ള വീടുകളിലെ CCTV-കൾ, എളമാടുള്ള ചില വീടുകളുടെയും ക്ഷേത്രത്തിന്റെയൊക്കെയും CCTV-കൾ, അതുപോലെ തന്നെ ചെറുവക്കലൊക്കെയുള്ള പരിശോധന നടത്തി വളരെ ഊർജിതമായി പോലീസിന്റെ ഭാഗത്ത് നീക്കം നടക്കുന്നുണ്ട്. ഒരു ഇൻഡിക്കോ കാറ് ഈ പറയുന്ന അസമയത്ത് ഇവിടെ നമ്മുടെ സ്ഥലങ്ങളിലായി ചില ആളുകൾ കണ്ടതായി പറയുന്നുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നേരത്തെയും ഇവിടെ ഒരു മോഷണം നടന്നു വന്ന് വഞ്ചിയെല്ലാം കുത്തിപ്പൊട്ടിച്ച് പൈസയൊക്കെ മോഷണം പോയി. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പോലീസ് വളരെ കൃത്യമായ അന്വേഷണത്തിൽ അവരെ കണ്ടുപിടിക്കുകയും ഇത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഈ വിളക്കുകളാണ് പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. നാളെ കർക്കിടക മാസം 1-ാം തീയതിയാണ്. ആ സമയത്താണ് ഇന്ന് അത് നടക്കുകയും ഇനി മുഴുവൻ വിളക്കുകളും അമ്പലത്തിലേക്കുള്ളതിന് ഞങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് വിളക്ക് വരുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഉപദേശസമിതി ഇതിനു മുൻപും ഈ ക്ഷേത്രത്തിൽ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. ചെറുവക്കൽ ക്ഷേത്രത്തിലെ മോഷണത്തോടൊപ്പം തന്നെ ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടത്തുവാനുള്ള ശ്രമം നടത്തി. ക്ഷേത്രത്തിലെ മതിൽ ചാടിക്കടന്ന മോഷ്ടാക്കൾ CCTV ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആദ്യം കണ്ട ക്യാമറ കേബിളുകൾ വലിച്ചു നശിപ്പിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പുയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് വിഷൻ ന്യൂസ്.